ഹലോ, ഹലോ. അസ്സലാമു അലൈക്കും. മനസ്സിലായോ? പിന്നെ ഉസ്താദല്ലേ? അതെ. ഇവിടുന്ന് വള്ളിക്കുന്നാ വിളിക്കുന്നത്. ആര്? വള്ളിക്കുന്നേ, ആ വള്ളിക്കുന്ന് മറ്റേ പരപ്പനങ്ങാടി സോണെന്നാ വിളിക്കുന്നത്. ആ അവിടുത്തെ മറ്റേ ഇതിന്റെ നിങ്ങളെ സോണില് മറ്റേ മറ്റേ അറബി നിലാവിന്റെ ഉസ്താദിന്റെ ഒരു ഇത് കേട്ടും കണ്ടു. നിലങ്ങളെ പിന്നെ നിലമ്പൂർ സോണിന്റെ ആ എന്താ അതിന്റെ വിഷയം? എന്താ ഇങ്ങനെ എന്താ നമ്മളതൊക്കെ കാണുന്ന ആൾക്കാണ്. ആ അല്ല, വിഷയം എന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ നാട്ടിലെ നമ്മുടെ സുന്നത്തമാത്തിന് പ്രവർത്തകന്മാരായിട്ടൊന്നും ഇവര് സഹകരണമില്ലാത്ത രീതിയിൽ ആ കുറെ മദ്യം പറഞ്ഞ് പിന്നെ മത്സരാത്താക്കിയിട്ടും അത് മൂപ്പരതായ ഒരു നിലപാടിൽ എങ്ങനെ സംഘടനക്കും ആ ജമാഅത്തിനും SSF, ആ അവിടുത്തെ നാട്ടുകാരെ കൂട്ടിപ്പിടിക്കാത്ത, അതായത് ചുരുക്കി പറയണമെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണം. അവിടെ അവിടുത്തെ ആളുകളിൽ മൂപ്പരിങ്ങനെ ഈ സംഘടനയായിട്ട് സഹകരിക്കാത്തൊരു സ്വഭാവം തന്നെ. മെയിനായിട്ടും അതന്നെ പ്രശ്നമുള്ളത്. കുറേയുമ്പോൾ മദ്യം പറഞ്ഞ് ആ പെട്ടെന്നുള്ള തീരുമാനമൊന്നുമല്ല. അത് ശരി. അതെങ്ങനെയും മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എന്താ അവിടുത്തെ വലിയൊരു നൂറുകണക്കിന് ആളുകൾ പുറത്തുമ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന കണ്ടപ്പോൾ അത്രയും നമുക്ക് ഇതെല്ലാം നിർവാഹമല്ല എന്ന് കണ്ട് മേൽഘടകത്തിൽ നമ്മൾ കൊടുത്തു. പക്ഷെ അവർക്കും തന്നെ ഇപ്പൊ ഇത് പെട്ടെന്ന് മൂപ്പരെ പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. ആ ആ കാരണം സംഗതി ഇപ്പോ ഉസ്താദ്മാരൊക്കെ ബന്ധമുള്ള ആളെന്ന നിലക്ക് ആ ആ ഉസ്താദിലപ്പോ തീരുമാനം പറയേണ്ടത്. ആ ഉസ്താദിപ്പോ ആ ചില പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ പല പല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതില്ല. അപ്പൊ നമുക്ക് അവിടുത്തെ ഇടപെടുന്ന സർക്കിളും അതുപോലെ തന്നെ പത്തപ്പര യൂണിറ്റും ആ ഓൽക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുണ്ടാൻ കഴിയില്ല, ഞങ്ങൾ മാറിക്കുക എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ ആ. അപ്പൊ തൽക്കാലം അവൻ ഇതല്ലാതെ ഇപ്പൊ നമുക്ക് നിർവാഹമല്ല അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ അല്ല ഉസ്താ, ചെയ്തു. അത് അതൊക്കെ സംഘം അത് ശരി. അതല്ല, അപ്പൊ അതില് നമ്മള് വായിച്ച നമുക്ക് മെയിൻ നമ്മൾക്കത് കാണുന്നതും ഉസ്താദിനൊക്കെ നമ്മളിപ്പോ നമ്മളൊരു സഖാഫിയായാലും നമ്മളിപ്പോ ഇപ്പം അങ്ങനെ ആളുകളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഉം. അപ്പൊ നമ്മളൊക്കെ ഇത് കാണുന്നതും കേൾക്കുന്നതാണല്ലോ. അപ്പൊ അതില് ദീനിനും പിന്നെ സംഘടനക്കെതിരെ തന്നെ പോട്ടെ നിക്കാം. അങ്ങനൊക്കെ ഒരാളെ എതിരെന്ന് വെച്ചിട്ട് ഇപ്പൊ ഒന്നും വരാൻ പോണില്ല. ഈ ദീനിനും ഇത് പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു സംഭവം ഇതിലെങ്ങനെ വരുന്നത്? ആ, അതല്ല, അത് ഒരു പിന്നെ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ ചെന്ന സമയത്ത് ഞാനൊന്നും പോയിട്ടില്ലായിരുന്നു. അതുപോലെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല. അപ്പൊ നമ്മള് അറിയേണ്ട ഇതല്ലല്ലോ വിചാരിച്ചാണ്. അത് ശരി. അത് മനുഷ്യന്റെ ചില എന്തെല്ലാം രഹസ്യങ്ങളെ കാര്യം ഉണ്ടാവും, നമ്മൾ കുത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സംഘടനയിലെ പ്രതികളെ ആളുകൾ പോയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, അവർ പറഞ്ഞ സത്യമാണെന്ന്. തന്നെ. അപ്പൊ ഉസ്താദ് പോയില്ലായിരുന്നു? അത് ഞാൻ അന്നത്തെ ലാസ്റ്റ് മീറ്റിംഗിലും പോയില്ലായിരുന്നു. ആ. അതല്ല ഉസ്താദ്, നിങ്ങള് ഇപ്പം പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ സഫോൻ സഖാവായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ, മുമ്പ് നടത്തിയിരുന്നു, കുറച്ച് മുമ്പ്. അതാ. ആ, 2 വർഷം മുമ്പ് സുമാർ കേട്ടോ. ആ 2 ശരി. വർഷം അല്ല, മുമ്പ് ഇപ്പോഴത്തെ വിഷയം ഇപ്പം ഇത് എന്തോ മർക്കസിൽ എന്തൊക്കെ ചർച്ച നടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പത്തപ്പരി ഉസ്താദായിട്ടും ചർച്ച നടന്നിട്ടുണ്ട്, അക്കീം അസേരിയായിട്ടും ചർച്ച നടന്നിട്ടുണ്ട്. AP ഉസ്താദ് ഇന്നലെ ഒരു ക്ലിപ്പ് വേറെ കേട്ടു. ആ, ഇങ്ങനെ ഒരാള് ചർച്ചക്ക് പോയ ഒരാള് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേട്ടു. അപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്നത്, സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ. അതെ സോൺ അതെ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഉസ്താദ് അടക്കമുള്ള ആളുകള് ഉസ്താദിന്റെ ചർച്ച നടത്തിയിരുന്നു. ഇപ്പൊ ആ, ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനം പിന്നെ നിലവിൽ എടുക്കാനുള്ള ഒരു തീരുമാനത്തിന് സഫോൻ സഖാവ് ചർച്ച നടത്തിയിരുന്നോ? അല്ല, ഈ ലാസ്റ്റിലെ ചർച്ചയിൽ മുമ്പ് ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് നമ്മളെ ഒരുപാട് പ്രാവശ്യം, ഒരു 10-15 പ്രാവശ്യത്തോളം മൂപ്പരും 2 കക്ഷിയും കൂട്ടി ഇരുത്തി ഉം. കുറ്റമാസ്ഥാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മത്സരത്തൊക്കെ നടത്തിയതാണ്. ആരായിട്ട്? കുറ്റമാസ്ഥാന്റെ നേതൃത്വത്തിൽ ആ ഞങ്ങൾ ആ ആ. മത്സരത്ത് അത് നടത്തിയതാണ് കുറെ മുമ്പല്ലേ? കുറച്ച് മുമ്പ്. അല്ല, അതെടുത്ത അതിനുശേഷം ഇപ്പൊ അപ്പൊ തന്നെ ആ പ്രശ്നങ്ങൾ. സമയത്തൊന്നും എടുക്കാത്തൊരു തീരുമാനം നമ്മളിപ്പോ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എന്താ വെച്ചാൽ പറ്റിയത്, പിന്നെ ഈ ദീനിന് നിരക്കാത്തതെന്ന് കണ്ടപ്പോഴേ, അപ്പൊ അതിനിപ്പോ അത്രയും വലിയ വിഷയമാണല്ലോ. അപ്പൊ അതിപ്പോ ദീനിന് നിരക്കാത്തൊരു വിഷയമാകുമ്പോ നമ്മളും ഉസ്താദിനെ ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ. അപ്പൊ നമുക്കിപ്പോ സംഘടന ഇപ്പം നിലമ്പൂരാണെങ്കിലും ഇവിടെ വള്ളിക്കുന്നാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരേ ഇതാണല്ലോ വേണ്ടത്. അങ്ങനത്തെ അതെ. ഒരാളിപ്പം സംഘടന ഒരാളെ പുറത്താക്കിയ പിന്നെ നമ്മള് ആ ആളെ ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യ്. നിങ്ങൾക്ക് ഞാൻ വിശദീകരണം വേണമെങ്കിൽ സെക്രട്ടറി നിന്ന് യൂണിറ്റിൽ ചർച്ചയ്ക്ക് പോയിരുന്നത് ആ സെക്രട്ടറി, നമ്മളൊരു സംഘടന സെക്രട്ടറിയും പാടാം, സഖാഫി ഉസ്താദോ? അംസക്കാവിനെ സ്ഥാനം വിളിച്ചത് ആ എന്താ ഉസ്താദ് അതിന്റെ ദീനീപരമായിട്ട് എന്താന്നുള്ളത് എന്താന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള ആ ഉണ്ടല്ലോ. ആ അപ്പൊ നമ്മള് അവര് ആ ചർച്ചയിൽ 10-40 ആള് പങ്കെടുത്തിരുന്നു, അവിടുത്തെ 10 യൂണിറ്റിലെ ആ. ആളുകള്. അപ്പൊ അവരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അത് ഇത് പത്തപ്പരി ഉസ്താദ് അടക്കം ചർച്ച നടത്തിയ കേസാ ഈ സോണിൽ ഈ തീരുമാനം എടുക്കുമ്പോ? RC സക്കാബി ഉണ്ട്, പദവിയുണ്ട്. അങ്ങനെ. അപ്പൊ ആ ഈ പിന്നെ ഈ കമ്മിറ്റിയുടെ
അറിവിന്ദല കമ്മിറ്റിന്റെ പിന്നെ അഡ്വൈസറി ബോർഡിലേക്ക് ഈ പത്തപ്പിരിയും സഖാഫിയൊക്കെ ഒക്കെ എടുത്തിരുന്നല്ലോ ഇതിനു മുമ്പ് അടുത്ത്. അല്ല 10 ദിവസക്കാർക്ക് നമ്മളെ ഇടവണ്ണ ഒരു സർക്കിൾ മീറ്റിംഗ് വിളിച്ചിരുന്നു. അന്നാണ് ഇങ്ങനെ വിഷയങ്ങൾ വന്നത്. പ്രവർത്തകന്മാരൊക്കെ ഒന്നിച്ച് എന്തെങ്കിലും മാറിക്കുന്ന അവസ്ഥ വരികയാണ്. നമ്മൾ ഇത് പെട്ടെന്ന് തീരുമാനം മേൽഘടകത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും കൊടുത്തിട്ട് ഇതിന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിന് പെട്ടെന്ന് നമ്മളൊരു അടിയന്തരമായിട്ട് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. ഇതിലിപ്പോ അപ്പൊ എന്താ റിസ്കാ വരുന്നേ? ആ ഇതില് വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ സഫ്വാൻ സഖാഫിയുടെ വിഷയത്തില് കുറെ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടന മാറിക്കാണ്. ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പിരിയും അവിടെ എന്താ മദ്രസിന്റെ ഇതിന് മുത്തണ്ണ തങ്ങളൊക്കെ ഒരു മദ്രസിന് വേണ്ടി ഒരു പിരിവ് നടത്തുന്നു. ആ പിരിവ് നടത്തിയിട്ട് ആ പിരിവ് 30,000 സഖാഫിന്റെ ഇതിന് മൂപ്പരാരെ ഏൽക്കുന്നുണ്ട്. അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു ഇതും കണ്ടു. അപ്പൊ അത് മാത്രല്ല നിങ്ങളെ സോണില് ഇപ്പൊ ഇതിരുന്ന് കണ്ടു. നിങ്ങളെ സോണില് അരവിന്ദ് ലാമ്പിന്റെ ആംബുലൻസ് സോണിന് നിങ്ങളെ സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ നിങ്ങളെ സോണിലേക്ക് ഈ അരവിന്ദ ഉസ്താദ് പിന്നെ ഇത് തന്നിട്ടുണ്ട്. പിന്നെ അവർ അതിനകത്ത് ആയിട്ടില്ലല്ലോ. പിന്നെ ആംബുലൻസ് വന്നിട്ട് പിന്നെ അവിടെ ഓഫീസിന്റെ അതേ മനസ്സിലാക്കിയതിന് ശേഷം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പാടെ കൂടി ഒപ്പിട്ട് നമ്മൾ നല്ലതൊക്കെ പിരിഞ്ഞതാണ്. വീണ്ടും ഇപ്പൊ അടുത്താണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാള്. അല്ല അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന് ശേഷമാണ് അന്ന് പിന്നെ ആംബുലൻസ് കൊടുത്തതൊക്കെ ഉണ്ടായത്, അത് സ്വീകരിച്ചതൊക്കെ. പിന്നീടാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായത്. നിങ്ങൾ കൂടുതൽ വിശദീകരണം കിട്ടണമെങ്കിൽ അപ്പൊ ഈ നിങ്ങൾ ഈ മൂപ്പരൊക്കെ സംഘടന പുറത്താക്കേണ്ട ശരിക്കും ഇത് നമ്മളെ നേതൃത്വം ഉസ്താദ് അക്കിമസരി ഇവരായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണോ ഇത് ഈ പിന്നെ പുറത്താക്കുന്ന തീരുമാനങ്ങൾ എടുത്തത്? അല്ല നമ്മള് പിന്നെ ഇത് നമ്മള് സോൺ കമ്മിറ്റിന്റെ പ്രത്യേകത തന്നെ മേൽഘടകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്തുകള് പക്ഷെ വൈകിച്ചാൽ അതിന്റെ തീരുമാനം വൈകുമ്പോൾ ഞങ്ങളൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾ കാത്തിക്കാൻ കഴിയില്ല എന്ന് ഒരുപാട് ആളുകൾ 100 ആളുകളോളം പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്ത് വന്നതാണ്. അങ്ങനെ അതായത് ഞങ്ങൾ ഇനി മേൽഘടകത്തിന് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ക്ഷമ തെറ്റിയിരിക്കണേ. ഇത് നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനം പെട്ടെന്നെടുത്തത്. ഈ മേൽഘടകത്ത് കാത്തിക്കാൻ സമയമില്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മളെ മെയിൻ ആളുകൾ 90%-ന്റെയും കുറച്ചാളുകളൊക്കെ ഉപ്പരപ്പുണ്ട് നമുക്കറിയായിട്ടല്ലോ. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ കുടുങ്ങി പോവുകയാണല്ലോ. വേറെ ഇപ്പൊ നമുക്ക് ഇതിൽ ഇതില്ല. പെട്ടെന്ന് എപ്പിസ്ഥാനായിട്ടും ചർച്ച നടത്തിയാൽ മതിയായിരുന്നു. ചർച്ച നടത്തിയിട്ട് അവരൊരു തീരുമാനം പലപ്പോഴേ ചർച്ച നടത്തിയതാണ്. ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട് അത് തീരുമാനം സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എത്രയോ ആളുകൾ പല ഭാഗത്തും, ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾ ഉസ്താദ്മാര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ഉസ്താദ് ഇപ്പൊ എല്ലാവരും പാടെ പുറത്താക്കാനൊന്നും കഴിയൂലല്ലോ. പിന്നെ അതായത് പ്രാദേശികമായിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലേ ഇപ്പൊ ജീവിതത്തിന് മാർഗമുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നിർത്തി ചെയ്യാൻ കാര്യം അല്ലെങ്കിൽ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. സർക്കാർ ഇപ്പൊ മുമ്പന്നെ ഇതിനൊക്കെ പോയിട്ടുണ്ട്. 1-2 ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എന്താ വെച്ചാൽ നമ്മളെ നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത്. അക്കാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി. അപ്പൊ സത്യത്തിൽ മൂപ്പർക്ക് എന്ത് ചെയ്താൽ മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനല്ല, വ്യക്തിപരമായിട്ട് എന്തെല്ലാം ഉണ്ടാവും, അതൊന്നും ഇപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്സുസാകേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ച് കണ്ട് നമ്മൾ മസ്തകത്താക്കി നല്ല രീതിയിൽ അവിടുത്തെ യൂണിറ്റും സർക്കിളായിട്ട് യോജിച്ച് പോവുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ഇപ്പത്. അത് മൂപ്പര് ആ വിഷയത്തിൽ മാത്രം മൂപ്പര് ചെയ്യൂല. വേറെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനം ചെയ്യും, സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കും, നമ്മളെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ എല്ലാം സ്വീകരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിക്കാൻ കഴിയില്ല. നമ്മൾ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മള് ഒരു സർക്കിൾ അല്ലെങ്കിൽ യൂണിറ്റ് അവിടുന്ന് നമ്മളെ സുന്ദരമാറ്റ പ്രവർത്തകന്മാർ ഒന്നിച്ച് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നത്. കൂടെ ഇല്ലാത്തതുകൊണ്ട് മൂപ്പർക്ക് തന്നെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റിയ കേസുള്ളൂ. ഇതിന്റെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മൂപ്പരന്നെ എന്തുണ്ട്, അതായത് നമ്മൾ ഇത്രയും ഒരു മദനീയം ചെയ്യുന്നത് പോലെ അവിടുത്തെ യൂണിറ്റുകളെയും അവിടുത്തെ സർക്കിളിലേക്കും ഓരോ കൂടിയും പിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകണ്ടേ. അല്ല നമുക്ക് നമുക്ക് ആളുകൾക്ക് എന്താ ഇതൊന്നും അവിടുത്തെ ആളുകൾ യോത്തിനും വരൂല, നിയമത്തിന് പിരിവിനും പേര് സഹായിക്കില്ല. അവിടുത്തെ മൂപ്പരൊരു വയസ്സിൽ ആരോടൊപ്പം അതായത് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി മൂപ്പര ഒരു പരിപാടിയും പിന്നെ വിളിക്കുന്നില്ല, ഒരു പരിപാടിയും പിന്നെ ക്ഷണിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഉൾപ്പെടുത്തില്ല എന്നുള്ള മൂപ്പര്. അല്ല അതൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിന്റെയൊക്കെ സത്യമായി അന്വേഷിച്ചപ്പോ നല്ലോണം ഒരു വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്കൊക്കെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്വന്തം കുറച്ച് ആളുകളും 10 ആളുകളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ തന്നെ മതി, താഴെ കടയിൽ ആളില്ലെങ്കിലും പിന്നെ നിയന്ത്രിക്കാനും കഴിയില്ല എന്നൊരു സ്വഭാവമാണ്
എനിക്ക് മനസ്സിലായിടത്തോളം അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ചെറുതായിട്ട് വലുത് ആളുകളല്ലേ, എത്ര വലിയ ആളുകളാണ്, ആൾ എത്ര വലിയ ആളുണ്ട്, ആളിന് കോടീശ്വര പ്രഭു ആയാലും നമ്മൾ സംഘടന അത് സെറ്റപ്പ് അതിന് നമ്മൾ ഇപ്പൊ അത് എന്തുണ്ടാകാൻ പാടില്ല. മാത്രല്ല, അവിടുന്ന് ഇപ്പൊ പിന്നെ അവിടുന്ന് മറ്റേ ഇപ്പൊ നാള് എസ്.എഫ്.ന്റെ പിന്നെ ദേശീയ സമ്മേളനം നടന്നില്ലേ ബോംബെയില്. ആ ബോംബെയിലെ സമ്മേളനം നടന്ന വിഷയത്തില് പിന്നെ അതിന്റെ പ്രഖ്യാപന സമ്മേളനം കണ്ണൂർ നടന്നില്ല. അതിന് പോയ എത്രയോ വണ്ടിക്ക് പിന്നെ മൂപ്പരാണല്ലോ അതിന്റെ സംഘടനാ ലെവലിൽ. അല്ല അതൊക്കെ ഉണ്ട്, മുമ്പ് സഹായിക്കില്ല എന്ന് നമുക്ക് ബാധല്ല. മുമ്പ് സഹായിക്കുന്നുണ്ട്, പുറത്തൊക്കെ അത് സഹായിക്കുന്നുണ്ട്. മാത്രല്ല പക്ഷെ നമ്മൾ 10 മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ പത്തപ്പിനി യൂണിറ്റിലെ നമ്മളെ പ്രവർത്തകന്മാരെ ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സർക്കിളും ഈ സർക്കിൾ കമ്മിറ്റിയും അവിടുത്തെ ആളുകൾ അവിടുത്തെ പിന്നെ യൂണിറ്റുകളും സർക്കിൾ കമ്മിറ്റിയാണ് ഇപ്പൊ ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത്. അത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ട് കണ്ട് ഇങ്ങനെ സംഘടന ഇങ്ങനെ വിട്ടുനിന്ന് അവസാനം വെച്ചൊരു 100 ആളുകളെങ്കിലും ഇപ്പൊ ഇതിന് പോകുമെന്ന് കണ്ടപ്പോ നമുക്കിതല്ലാതെ നിർവാഹമല്ല. സംഘടന ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളെ പോലത്തെ പിന്നെ അവിടുത്തെ പ്രാദേശിക സോൺ കമ്മിറ്റികളായ നിങ്ങൾ ഉസ്താദിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിന് ഒരു രമ്യത കാണിട്ടിരുന്നു. അല്ലാതെ നമ്മളിതിപ്പോ എന്താരോ ഇതിപ്പോ ആകെപ്പെന്ന് പറഞ്ഞാല് ഇതിപ്പോ ഉള്ള വലിയ വിഷയം എന്താരോ, ഞാൻ കൃത്യമായിട്ട് ഇപ്പം ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ മുജാഹിദുകൾ, കാരണം അല്ല ശരിയാണ് മുജാഹിദുകളൊക്കെ അല്ല അതുകൊണ്ട് അതായത് നമ്മൾ ഇത്രയും കാലം മടിച്ചിരുന്നത് അത്തരം കാര്യങ്ങളിൽ ഇടപെടലിനെ തൊട്ട് നമ്മൾ നമ്മളെ വളരെ കുത്തി ശ്രദ്ധിച്ചുകൊണ്ട് വലിക്കാൻ നമ്മളെ നീങ്ങിയത്. കൊടുത്തു. അത് നമ്മളെ ശരിയാ, കുത്തി മുജാഹിദീങ്ങൾക്കും വലിക്കാന് ഇപ്പൊ ഓര് മറ്റുള്ള പറഞ്ഞില്ലേ ആളുകൾക്കൊക്കെ വൈകിട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ ഈ അറിവിന്ദിലാവ്, അതായത് ഈ ഈ ലെറ്റർ പേരിൽ അതെ അത് ലെറ്റർ ഉറപ്പല്ലേ. പേരുള്ളത് അത് ദീനിന് നമ്മളെയൊക്കെ എന്തെങ്കിലും നിരക്കാത്തത് ചെറിയൊരു പറഞ്ഞപ്പോഴേ ചെറിയ തകരാറ് കിട്ടിയ പിന്നെ ശത്രുക്കളെ എടുത്താഘോഷിക്കുന്നത് നമുക്ക് ഉറപ്പന്നല്ലേ. അതെ നമ്മൾ അതെല്ലാം അത് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തിന്റെ അത് ഇത്രയും കാലം വൈകിച്ച് പോയത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരു നൂറ്റില്ലാൻ ഒന്നിച്ച് കുടുംബം ശൂന്യത്തമായത് മാറിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന സംഗതിയല്ലല്ലോ. അത് പറ്റൂല. നമുക്ക് അതുകൊണ്ട് മാത്രമാണ് സംഘടന അല്ലേ. നമുക്ക് ഇങ്ങോട്ട് ഇതില് നമുക്ക് പറയാനുള്ളത് റബ്ബുണ്ടല്ലോ എന്നുള്ള മേലെ നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് സഫാൻ സഖാവിനെ താറടിക്കാനോ അല്ലെങ്കിൽ അയാളെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു കടുകുമണി എന്തെങ്കിലും ഒരു അസൂയന്റെ മുകളിൽ ഒന്നുമല്ല. 100% സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരെ അവിടെ നമുക്ക് ശുദ്ധീകരണ പ്രസ്ഥാനം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ ഒരു വ്യക്തിന്റെ കാരണം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ട്, തൽക്കാലം അയാൾ എന്തുണ്ട് നമ്മള് പ്രവർത്തകന്മാർ മാറി നിൽക്കുക എന്ന് പറയലല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം കുടുങ്ങിയിട്ട് മാത്രം ചെയ്ത വളരെ ആലോചിച്ചുകൊണ്ടും വളരെ വിഷമിച്ചുകൊണ്ടാണ് നമ്മളെ സംഗതി ചെയ്തത്. അന്നിപ്പോ മദ്രസിന് കൊടുക്കുന്ന 30,000 രൂപ പത്തപ്പിനി ഉസ്താദ് തന്നെയാണ് ആ സ്റ്റേജിൽ നിന്ന് മുത്തന്നോട് പറയണതും. അതാ അപ്പൊ തന്നെ പ്രശ്നം ഉണ്ടായിക്കണേ. പിന്നെ ഇപ്പൊ അവിടെ എഴുതി വെച്ചിരുന്ന വെച്ചാൽ തീരുമാനമാകേണ്ട മുമ്പ് നമ്മൾ വാങ്ങണ്ട എന്ന തീരുമാനത്തെത്തിയിരുന്നു. അത് കമ്മിറ്റി 4 ലക്ഷത്തി ചില ഉറുപ്പ്യ പിരിഞ്ഞിട്ട് 30,000 ചെയ്യാതെ വന്നപ്പോ ഈ ആളുകൾ മൊത്തം പറഞ്ഞു ഞങ്ങളെല്ലാരും ഒന്നിട്ട് ഞങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾ പൈസ തരാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾ 30,000 ഞങ്ങൾ തരാം, അയാളെ പൈസ നമുക്ക് വേണ്ട. അയാൾ ഇങ്ങനെ സംഘടനയായിട്ട് ഇങ്ങനെ ഇടഞ്ഞു നിന്ന് കണ്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന സമയത്തോട് നമ്മൾ അതില്ല. അയാൾ ഇനിയിപ്പോ നമുക്ക് എന്തുണ്ട് അയാളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ സംഘടനയൊക്കെ എല്ലാവരും പാടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തൊരു അഭിപ്രായത്തിൽ അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചാണ് മൂപ്പര് പറയാൻ നമ്മൾ ഒറ്റക്കെട്ടായി പോകണമെന്ന്. എന്താ വിഷയമുള്ളത്? മറ്റുള്ള മുജാഹിദീങ്ങളെ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ആക്ഷേപിക്കുന്ന ഉറപ്പന്നില്ല. അവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇതല്ല, ഏത് കിട്ടിയാലും ഏത് കിട്ടാൻ നിൽക്കല്ലേ. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സംഘടനയിൽ നിന്ന് തന്നെ നമ്മൾ അതിന് പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ ലെറ്റർ ബിൽ എഴുതിയ ദീനിന് നിരക്കാത്തൊരു പരിപാടിയാന്ന് എഴുതിയതില് അതിലിപ്പോ എന്താ വിഷയം? ഇപ്പൊ നമ്മളെ ഇവിടൊക്കെ ഏരിയയിൽ ദീനിന് നിരക്കാത്തൊരു സംഭവം എന്താണ് സഫ്വാൻ സഖാഫി ചെയ്തത് എന്ന് അറിയണം എന്ന് ഇവിടെ സംസ്ഥാന കമ്മിറ്റിന്റെ അടുത്തേക്ക് പലരും പോകാൻ നിൽക്കുകയാണ്. ഓരോ സോണിൽ പോകുന്നത്. അപ്പൊ ഈ ദീനിന് നിരക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അറാമാണല്ലോ. ദീന് നിരക്കാത്ത സംഭവം എന്നൊരു വാക്ക് വരുമ്പോ അത് അറാമിലേക്ക് പോയി. അറാമിലേക്ക് ആ ഒരു വിഷയം പിന്നെ ഉണ്ടെങ്കിൽ അത് എഴുതുമ്പോ എന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാം. ദീന നിരക്കാത്ത ഒന്നുകിൽ അത്ര ഹറാമാണ് അതിൽ വരിക. അത് സംഭവിച്ചു എന്നുള്ളത് ആണ് അതിൽ കാണുന്നത്. അത് അങ്ങനെ എഴുതിയതാണ് ആകെ പ്രശ്നമായത്. അതാണ് ബന്ധപ്പെടും കേട്ടോ. ആയിക്കോട്ടെ. നിങ്ങളെന്താ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഗഫൂർ. നിങ്ങളെവിടെ? പരപ്പനങ്ങാടിയോ? പരപ്പന.